ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇനി നമുക്ക് ഒരു പ്രോബ്ലം നോക്കിയാലോ. അപ്പോൾ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ എ ബി എന്ന് പറയുന്ന ലൈൻ ഡി സി എന്ന ലൈനിന് പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എം എന്ന് പറയുന്നത് എ ബി എന്ന ലൈനിൻ്റെ മിഡ് പോയിൻ്റ് ആണെന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് എ ബി എന്ന ലൈനിനെ രണ്ടായിട്ട് ഭാഗിക്കും എം, അതാണ് മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് ട്രയാങ്കിൾ എ എം ഡിയുടെയും ട്രയാങ്കിൾ എം ബി സിയുടെയും ട്രയാങ്കിൾ ഡി സി എമ്മിൻ്റെയും എല്ലാ ആംഗിളുകളും കണ്ടുപിടിക്കാനാണ് ആദ്യമായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് എ എം സി ഡി എന്ന കോഡിലാറ്ററലും അതുപോലെ തന്നെ എം ബി സി ഡി എന്ന കോഡിലാറ്ററലും എന്താണ് ഈ രണ്ട് കോഡിലാറ്ററലിനും ഉള്ള പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം, എങ്ങനെ എല്ലാ ആംഗിളുകളും കണ്ടുപിടിക്കാം. അതിന് നമുക്ക് ആദ്യമേ എന്താണ് തന്നിരിക്കുന്നത്? എ ബിയും ഡി സിയും പാരലൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? എ ബി ഡി സി എന്ന രണ്ട് പാരലലായിട്ടുള്ള ലൈനുകളെ കട്ട് ചെയ്യുന്ന ഒരു ലൈനാണ് നമ്മുടെ എം ഡി എന്ന് പറയുന്നത്, ഈ ഒരു ലൈൻ. അപ്പോൾ ഈ ഒരു ലൈൻ ഈ രണ്ട് പാരലൽ ലൈൻസിനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ആംഗിളിനും ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? അത് രണ്ടും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അതായത് ഈ ഒരു ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? എക്സ് തന്നെയായിരിക്കും. ഇനി രണ്ട് കാര്യങ്ങളൂടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു, ഞാനത് വിട്ടുപോയതാണ്. ആംഗിൾ ഡി എ എം എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ആംഗിൾ സി ബി എം എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ഈ രണ്ട് ആംഗിൾസും എക്സ് ആണെന്ന് നമുക്ക് കിട്ടി. ഇനി ഈ എ ബി എന്ന സൈഡ് ഒന്ന് എടുത്ത് നോക്കി. എ ബി എന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആണ് എം എന്ന് പറയുന്നത്. അപ്പോൾ എ എമ്മിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? എ എം എന്ന് പറയുന്നത് അപ്പോൾ എ ബിയുടെ പകുതി ആയിരിക്കില്ല, കാരണം മിഡ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ പകുതിയായിരുന്നു. അപ്പോൾ എ എം എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ എം ബിയുടെ ലെങ്ത് എത്രയാണ്? എം ബിയുടെ ലെങ്ത് എന്ന് പറയുന്നതും 6 സെൻറ്റിമീറ്റർ ആയിരിക്കും, കാരണം രണ്ടും പകുതിയായിട്ട് ഭാഗിക്കുന്നതുകൊണ്ട്. ഇനി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് എടുത്ത് നോക്കാം. എ എം ഡി എന്നൊരു ട്രയാങ്കിൾ എടുക്കാം, ട്രയാങ്കിൾ എ എം ഡി എന്നൊരു ട്രയാങ്കിൾ എടുക്കാം, അതുപോലെ തന്നെ ട്രയാങ്കിൾ സി എം ഡിയും എടുക്കാം. ഈ രണ്ട് ട്രയാങ്കിൾസും നോക്കിയും ഇതിനെന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഈ എം ഡി എന്ന് പറയുന്ന ഒരു സൈഡ് രണ്ടിനും കോമൺ ആണ്. അതുപോലെ തന്നെ എ എം എന്ന് പറയുന്ന സൈഡും ഡി സി എന്ന് പറയുന്ന സൈഡും 6 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഒന്നെടുത്ത് നോക്കി, നമ്മുടെ എ എം ഡി എന്ന ട്രയാങ്കിളിൽ ഈ രണ്ട് സൈഡുകളും അതിനിടയിലുള്ള കോണായ എക്സും നമ്മുടെ രണ്ടാമത്തെ ട്രയാങ്കിളായ സി എം ഡിയിലെ രണ്ട് സൈഡുകൾക്കും അതിനിടയിലുള്ള കോണിനും തുല്യമാണ്. അപ്പോൾ എന്താണ്? രണ്ട് ട്രയാങ്കിളുകളും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകളും അതിനിടയിലുള്ള ആംഗിളും മറ്റൊരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകൾക്കും അതിനിടയിലുള്ള ആംഗിളിനും തുല്യമാണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഇനി ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ടുള്ള പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഇപ്പോൾ എം ഡി എന്ന് പറയുന്ന സൈഡ് രണ്ടിനും കോമൺ ആണ്. അപ്പോൾ എം ഡി ഈക്വൽ ടു എം ഡി എന്ന് എഴുതാം. രണ്ട് ട്രയാങ്കിളുകളും എം ഡി എന്ന് പറയുന്നത് ഒരു കോമൺ സൈഡാണ്, രണ്ടും ഈക്വൽ ആണ്. എം ഡി ഈക്വൽ ടു എം ഡി ആണ്. എം ഡിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ട്രയാങ്കിൾ എ എം ഡിയിലെ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 40 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ ഡി എ എം എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ നമ്മുടെ എം ഡിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ട്രയാങ്കിൾ സി എം ഡിയിലെ ആംഗിൾ ഏതാണ്? ആംഗിൾ ഡി സി എം ആണ്. ആംഗിൾ ഡി സി എം ആണ്. ഈ രണ്ട് ആംഗിളുകൾക്കും എന്താണ് പ്രത്യേകത? രണ്ടും ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ടാണ്? നമ്മുടെ ഈക്വൽ ട്രയാങ്കിൾസിൽ ഈക്വൽ ആയിട്ടുള്ള സൈഡുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എല്ലാ കോണുകളും തുല്യമായിരിക്കും. അപ്പോൾ ഈ ആംഗിളും 40 ഡിഗ്രി തന്നെയാണ്. ഇനി നമുക്ക് അടുത്തൊരു കാര്യം നോക്കാം. നമ്മുടെ ഡി സി എം എന്ന ആംഗിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണെന്ന് കിട്ടി. നിങ്ങൾ നോക്കി, നമ്മുടെ എ ബിയും ഡി സിയും പാരലൽ ലൈൻസ് ആണ്. ആ ഒരു പാരലൽ ലൈനിനെ കട്ട് ചെയ്യുന്ന ഒരു ലൈനാണ് നമ്മുടെ എം സി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആംഗിൾ ഡി സി എമ്മും അതുപോലെ തന്നെ ആംഗിൾ ബി എം സി എന്ന് പറയുന്നത് എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അതായത് ഈ ആംഗിളും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഈ ആംഗിൾ രണ്ടും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു ആംഗിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 40 ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ നമുക്ക് എം ബി സി എന്ന ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിളുകൾ കിട്ടിക്കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ആംഗിൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കറിയാം, ടോട്ടൽ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിളുകളുടെയും സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ എം സി ബിയുടെ വാല്യൂ പ്ലസ്
40 പ്ലസ് 60 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് നമുക്ക് കിട്ടും? നമുക്ക് 180 കിട്ടും. അപ്പോൾ നമ്മുടെ ആംഗിൾ എം സി ബിയുടെ വാല്യൂ എത്രയാണ്? ആംഗിൾ എം സി ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 80 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ എം സി ബിയുടെ വാല്യൂ എന്നുള്ളത് നമുക്ക് 80 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത 2 ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാം. ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിൾ സി എം ഡി ആണ്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ട്രയാങ്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിൾ എം ബി സി. ഈ 2 ട്രയാങ്കിളുകൾക്ക് എന്താണ് പ്രത്യേകത? ഈ 2 ട്രയാങ്കിളുകൾക്കും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, 2 സൈഡുകൾ ഈക്വൽ ആണ്. ഏതൊക്കെയാണ്? ഡി സി എന്ന് പറയുന്ന സൈഡ് 6 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ എം ബി എന്ന് പറയുന്ന സൈഡ് 6 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ തന്നെ ഈ ഒരു എം സി എന്ന് പറയുന്ന സൈഡ് കോമൺ സൈഡാണ്. ഇനി ഈ 2 സൈഡുകൾക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്? 40 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ നമ്മുടെ സി എം ഡി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ 6 സെൻറ്റിമീറ്ററിനും അതേപോലെ തന്നെ നമ്മുടെ കോമൺ സൈഡിനും ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 40 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ എന്താണ്? ഈ 2 ട്രയാങ്കിളുകളും വീണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. കാരണം എന്താണ്? 2 ട്രയാങ്കിൾസിൻ്റെയും 2 സൈഡുകളും ആ സൈഡുകൾക്ക് ഇടയിലുള്ള ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ ആ 2 ട്രയാങ്കിൾസും വീണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആണ് നമുക്ക് കിട്ടി. അപ്പോൾ ട്രയാങ്കിൾ സി എം ഡിയും ട്രയാങ്കിൾ എം ബി സിയും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഇനി ഈ ഒരു റിലേഷനിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ഈക്വൽ സൈഡ് ഏതാണ്? എം സി എന്ന് പറയുന്ന സൈഡ് 2നും ഈക്വൽ ആണ്. എം സി എന്ന് പറയുന്ന സൈഡ് 2നും ഈക്വൽ ആണ്. അപ്പോൾ ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 ട്രയാങ്കിളുകളിലെയും ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. അതായത് എം സി എന്ന സൈഡ് ഈക്വൽ ആയതുകൊണ്ട് എം സിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് 60 ഡിഗ്രിയാണ് നമ്മുടെ ട്രയാങ്കിൾ എം ബി സിയിലുള്ളത്. അപ്പോൾ എം സി എന്ന സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ട്രയാങ്കിൾ എം ബി സിയിലുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ എം ബി സി ആണ്. ഈ ആംഗിളിൻ്റെ വാല്യൂ എത്രയാണ്? 60 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ഇനി രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് നമ്മുടെ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ എം സി എന്ന സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ട്രയാങ്കിൾ സി എം ഡിയിലുള്ള ആംഗിൾ ഏതാണ്? എം ഡി സി. ആംഗിൾ എം ഡി സി ആണ്. ആംഗിൾ എം ഡി സി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ടു ആംഗിൾ എം ബി സി തന്നെയായിരിക്കും. കാരണം എന്താണ്? രണ്ടിൻ്റെയും വാല്യൂ 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ എക്സ് എന്ന് എഴുതിയിരുന്ന ആംഗിളിൻ്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടി? 60 ഡിഗ്രി ആണെന്ന് കിട്ടി. അപ്പോൾ ഓൾറെഡി ഇവിടെയുള്ള എക്സും 60 ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടി. ഇനി ഒന്ന് ചിന്തിച്ച് നോക്കി, എ എം ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ നമ്മുടെ സി എം ഡി എന്ന ട്രയാങ്കിളിന് ഈക്വൽ ആണ്. ഈ സി എം ഡി എന്ന് പറയുന്ന ട്രയാങ്കിളോ? ഈ ട്രയാങ്കിൾ നമ്മുടെ എം ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന് ഈക്വൽ ആണ്. അതായത് ഈ 3 ത്രികോണങ്ങളും ഈക്വൽ ത്രികോണങ്ങളാണ്. അതായത് ഈക്വൽ ട്രയാങ്കിൾസ് ആണ് ഈ 3 എണ്ണവും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മൂന്നാമത്തെ ആംഗിളുകളും സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ 60 ഉണ്ട്, 40 ഉണ്ട്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 80 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിളും 80 ഡിഗ്രി ആയിരിക്കും. കാരണം ടോട്ടൽ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ് എന്നുള്ള പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് എല്ലാത്തിൻ്റെയും കണ്ടുപിടിക്കാം. ഇപ്പോൾ എല്ലാ ആംഗിളുകളും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് എടുക്കാം. രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തിൽ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ എ എം സി ഡി എന്ന് പറയുന്ന കോർഡിലേറ്ററിലും അതുപോലെ തന്നെ എം ബി സി ഡി എന്ന് പറയുന്ന കോർഡിലേറ്ററിലും എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ എന്നാണ്. നിങ്ങളൊന്ന് നോക്കി, എന്തെങ്കിലും പ്രത്യേകതകളുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ 2 കോർഡിലേറ്ററിലും? അതായത് എ എം സി ഡി എന്ന് പറയുന്ന ഈ ഒരു കോർഡിലേറ്ററിനും അതുപോലെ തന്നെ എം ബി സി ഡി എന്ന് പറയുന്ന ഈ ഒരു കോർഡിലേറ്ററിനും എന്തെങ്കിലും പ്രത്യേകതകളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ആദ്യമേ തന്നെ നമുക്ക് എ എം സി ഡി എന്ന കോർഡിലേറ്റർ എടുക്കാം. ഈ എ എം എന്ന് പറയുന്ന സൈഡിന് ഡി സി എന്ന സൈഡ് പാരലലാണ്. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എ ബി എന്ന ലൈനിന് പാരലലാണ് ഡി സി എന്ന് പറയുന്ന ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ എ എമ്മും ഡി സിയും പാരലലാണ്. ഇനി അതുപോലെ തന്നെ ഈ 2 സൈഡുകളുടെ കാര്യവും, ഈ ഒരു സൈഡിൻ്റെയും ഈ ഒരു സൈഡിൻ്റെയും, അതായത് നമ്മുടെ എ എം സി ഡി എന്ന കോർഡിലേറ്ററിലെ എ എം ഈ ഒരു സൈഡും ഈ ഒരു സൈഡും, അതായത് എ ഡി എന്ന് പറയുന്ന ഈ സൈഡും എം സി എന്ന് പറയുന്ന സൈഡും എടുത്ത് നോക്കി കഴിഞ്ഞാൽ എന്താണ്? അത് രണ്ടും പാരലലാണ്. എന്തുകൊണ്ടാണ്? അതിൻ്റെ രണ്ടിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് നിങ്ങളിവിടെ നോക്കി. ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളാണ് അതിന് കറസ്പോണ്ടിങ് ആംഗിളായിട്ട് വരാം. ആ 2 ആംഗിളുകളും സെയിം ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിളുകൾ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു 2 സൈഡുകളും പാരലലാണെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ എ ഡി എന്ന് പറയുന്ന സൈഡ് എം സി എന്ന് പറയുന്ന സൈഡിന് പാരലലാണ്. അതുപോലെ തന്നെ എ എം എന്ന് പറയുന്ന സൈഡ് ഡി സി എന്ന സൈഡിന് പാരലലാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡുകൾ പാരലൽ ആയതുകൊണ്ട് ഇതൊരു പാരലലോഗ്രാമാണ്. അപ്പോൾ എ എം സി ഡി എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാമാണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്നുകൂടെ കാണുക. എന്നാലും ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആക്കാം. ഈ ഒരു സൈഡ് എ ഡി എന്ന് പറയുന്ന സൈഡ് അതേപോലെ തന്നെ എം സി എന്ന് പറയുന്ന സൈഡിൻ്റെ പ്രത്യേകതകളാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ 2 ലൈനുകളും നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 2 ലൈനിനെയും കട്ട് ചെയ്യുന്ന ഒരു ലൈനാണ് നമ്മുടെ എ എം എന്ന് പറയുന്ന എ ബി എന്ന് പറയുന്ന ഈ ഒരു ലൈൻ.
ആ 2 ലൈനിനെയും കട്ട് ചെയ്യുന്ന ഒരു ലൈനാണ് നമ്മുടെ എ ബി എന്ന് പറയുന്ന ലൈൻ. ഈ ഒരു ലൈൻ കട്ട് ചെയ്യുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാകുന്ന 2 ആംഗിളുകളാണ് ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും. ഈ 2 ആംഗിളുകളും സെയിം ആവുകയാണെങ്കിൽ അത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിളുകളാണ്. അപ്പോൾ അത് സെയിം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് എ ഡി എന്ന് പറയുന്നത് എം സിക്ക് പാരലാണെന്ന് പറയാം. അതാണ് നമ്മൾ നേരത്തെ ഉപയോഗിച്ച കാര്യം എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ 2 ലൈനുകൾ ഉണ്ടെങ്കിൽ ആ ലൈനിൽ ഒരു ലൈൻ അതിനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള 2 ആംഗിളുകളും എന്താണ്, കറസ്പോണ്ടിങ് ആംഗിളുകളാണ്. ഈ കറസ്പോണ്ടിങ് ആംഗിളുകൾ ഈക്വൽ ആണെങ്കിൽ ഈ ഒരു ലൈനും പാരലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആ ഒരു പ്രൂഫാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എ എം സി ഡി എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ പാരലലോഗ്രാം ആണെന്ന് നമുക്ക് കിട്ടി. ഇനി എം ബി സി ഡി ആണ് നമ്മൾ നോക്കേണ്ടത്. എം ബി സി ഡി എന്ന് പറയുന്നത് ഈ നേരത്തെ ചെയ്ത രീതിയിൽ തന്നെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എം ബി സി ഡി എന്ന് പറയുന്നതും ഒരു പാരലലോഗ്രാം ആണെന്ന് നമുക്ക് കിട്ടും. ഞാനത് ചെയ്യുന്നില്ല, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ പോസ്റ്റ് ചെയ്യുക. താങ്ക് യു.